മണി ഹെയ്സ്റ്റ് എന്ന് പറഞ്ഞ സീരീസ് ആരും ജീവിതത്തിൽ മറക്കാത്തൊരു സീരീസാണ് അല്ലേ. സോ ആ ഒരു കോവിഡ് സമയത്ത് ആ ഒരു സീരീസ് ലോകത്തേക്ക് എത്തിച്ച കുറേ പേരുടെ ഒരു സീരീസ് തന്നെയായിരിക്കും ഈ മണി ഹെയ്സ്റ്റ് എന്ന് പറഞ്ഞ സീരീസ്. സോ ആ ഒരു സീരീസ് എനിക്കും ഭയങ്കര പ്രിയപ്പെട്ട ഒരു സീരീസ് തന്നെയാണ്. അടിപൊളി സീരീസ് തന്നെയായിരുന്നു. എല്ലാവർക്കും ഭയങ്കരധികം ഇഷ്ടപ്പെട്ട ഒരു സീരീസും കൂടിയായിരുന്നു. ഈവൻ കിടലൻ ക്യാരക്ടറൈസേഷൻ ഉള്ള ഒരു കിടലൻ സീരീസ് തന്നെയായിരുന്നു. സോ അതിൻ്റെ ഒരു പ്രീക്വൽ അല്ലെങ്കിൽ സ്പിൻ ഓഫ് സീരീസ് ആയിട്ട് ബെർലിൻ എന്ന് പറഞ്ഞ സീരീസ് വരുമ്പോൾ ഭയങ്കര പ്രതീക്ഷയുള്ള ഒരു സീരീസ് കൂടിയായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷയുള്ള ഫുള്ളായിട്ട് മറികടന്നു ചോദിച്ചാൽ എക്സാക്ട്ലി ഫുള്ളായിട്ട് മറികടന്ന് പറയില്ല, പക്ഷേ ഒരു ഡീസൻറ്റ് വൺ ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ബെർലിൻ എന്ന സീരീസ്. അതിന് കുറേയധികം കാരണങ്ങളുണ്ട്. ഒരു അടിപൊളി ഫസ്റ്റ് വാച്ച് അങ്ങനത്തെ സീരീസ് ഒന്നും പറയാൻ കഴിയില്ലെങ്കിലും ജസ്റ്റ് ഒരു ഡീസൻറ്റ് വൺ, ഒരു പ്രാവശ്യം കാണുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ഡീസൻറ്റ് വൺ ആയിട്ട് തന്നെ കാണാൻ പറ്റിയൊരു സീരീസ് തന്നെയാണ്. സോ മണി ഹെയ്സ്റ്റ് സീരീസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ തന്നെയാണ് ബെർലിൻ. പ്രൊഫസറിന് ശേഷം എനിക്ക് ഏറ്റവും അടിപൊളി ഇഷ്ടമുള്ള ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ബെർലിൻ തന്നെയായിരുന്നു. മണി ഹെയ്സ്റ്റ് കണ്ടവർക്കാരെ ആ ഒരു സീരീസിൽ അവർ ബെർലിൻ എന്ന ക്യാരക്ടർ മരിച്ചു വരുന്നു. സോ ഒരു മണി ഹെയ്സ്റ്റ് എന്ന സീരീസ് സ്പിൻ ഓഫ് സീരീസ് ആയിട്ടാണ് ഈ ബെർലിൻ എന്ന് പറഞ്ഞ സീരീസ് വരിക. സോ മണി ഹെയ്സ്റ്റ് ബെർലിൻ എന്നാണ് ഈ സീരീസിൻ്റെ പേര് വരുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ പ്രീക്വൽ വേണമെങ്കിൽ പറയാം. സോ ഒരു ബെർലിനും അവർ തമ്മിലൊരു സ്ക്വാഡും തമ്മിലൊരു ഹൈസ്റ്റാണ് ഇതിനകത്ത് കാണിക്കുന്നത്. സോ ഇത് ഫുള്ളായിട്ട് ഇതിൻ്റെ ഒരു മേക്കിംഗ് എല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരു മണി ഹെയ്സ്റ്റ് തന്നെയാണ് ഫുള്ളായിട്ട് ഒരു സീരീസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മണി ഹെയ്സ്റ്റിൻ്റെ ഒരു വൈബ് കിട്ടും. പക്ഷേ ഒരു കിടിലെ ഫ്രഷ്നെസ് ഇതിൻ്റെ അകത്ത് തരാം സൈസിന്. അത് അതിൻ്റെ ഒരു സ്റ്റോറി ആയാലും സ്ക്രിപ്റ്റ് ആയാലും എല്ലാം കൂടെ ഒരു ഫ്രഷ്നെസ് നമുക്ക് എന്തായാലും ഈ സീരീസ് നമുക്ക് നൽകുന്നുണ്ട്. സോ ആ ഒരു കാര്യത്തിലേത്തെ പ്ലസ് പോയിന്റ് പറഞ്ഞു പറ്റും. ആ ഒരു ഫ്രഷ്നെസ് ചിലവർക്ക് ചിലപ്പം പിടിക്കും, ചിലവർക്ക് പിടിക്കില്ല. എനിക്ക് പേഴ്സണലി ചില സമയത്ത് എനിക്ക് അങ്ങനെ പിടിച്ചില്ല. ഒരു സൈസ് സീരീസ് എന്ന് പറയുമ്പോൾ 100% നീതി പുലർത്തിയിട്ടുണ്ട്. സോ മണി ഹെയ്സ്റ്റ് സീരീസിൽ നമ്മൾ ലാസ്റ്റ് ഫിനാലി സീസണിലാകുമ്പോൾ നമ്മൾ കണ്ടാണ് ബെർലിൻ്റെ ഒരു മിനി ഹൈസ്റ്റ്. ഒരു ബെർലിൻ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ അധികം നല്ല പ്രാധാന്യം കൊടുത്തില്ല. ആ ചങ്ങായിൻ്റെ മരണത്തിന് ശേഷവും ഒരു പ്രീക്വലായിട്ട് ഒരു ബാക്ക് സ്റ്റോറി എല്ലാം കാണിച്ചിട്ട് ഒരു മിനി ഹൈസ്റ്റ് ഒരു കിടിലൻ ക്യാരക്ടർ വെച്ചിട്ട് ആ ഒരു സീരീസ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. സോ ഒരു ക്യാരക്ടറിൻ്റെ വേറൊരു ഹൈസ്റ്റാണ് ഇതിൻ്റെ അകത്ത് കാണിച്ചിട്ടുള്ളത്. സോ ഹൈസ്റ്റ് എന്ന് പറയുമ്പോൾ അത് ഫുള്ളി ഒരു ഡിഫറൻറ്റ് തരമുള്ള ഹൈസ്റ്റാണ് ഇതിൻ്റെ അകത്ത് കാണിച്ചിട്ടുള്ളത്. അതായത് നമ്മൾ ഈ മണി ഹെയ്സ്റ്റിലേക്ക് വരികയാണെങ്കിൽ അത് കമ്പയർ ചെയ്ത് സംസാരിക്കുകയാണെങ്കിൽ മണി ഹെയ്സ്റ്റ് എന്ന് പറയുന്നത് ഫുള്ളി ആ ഒരു യൂണിഫോമും കാര്യങ്ങളും കെട്ടി ഫുള്ളി ആ ഒരു ബാഗ് മൊത്തം ഇവർ ഹൈജാക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ് കാണിച്ചിട്ടുള്ളത് ഫുൾ ആ മണി ഹെയ്സ്റ്റിൽ. പക്ഷേ ഇതിൻ്റെ അകത്തെന്ന് പറയുമ്പോൾ ഇതിനകത്ത് ജുവൽസ് ആണ് ഇവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഈ മണി ഹെയ്സ്റ്റിൽ ഗോൾഡും മണിയാണെങ്കിൽ അത് ജുവൽസ് ആണ്, കുറേ ജ്വല്ലറി ഐറ്റംസ് അങ്ങനത്തെയാണ്. അത് മാത്രമല്ല ഇവർ പുറത്തുനിന്നാണ് ഫുൾ ഔട്ടർ ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇവർ ഹോട്ടലിൽ മുറിയെടുത്തിട്ട് കുറച്ച് ആ ഒരു പെർട്ടിക്കുലർ സ്ഥാപനത്തിന് ഒരു ജുവൽസും കാര്യങ്ങളും അടിച്ചു മാറ്റുന്നത് അങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ള ഹൈസ്റ്റാണ് ഇവർ പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ഫ്രഷ്നെസ് ഈ സാധനത്തിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ഫുള്ളി ഒരു ഹൈസ്റ്റ് സീരീസ് എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല. അതിനകത്ത് കുറേയധികം കാര്യങ്ങൾ ഇവർ വിട്ടുപിടിച്ചിട്ടുണ്ട്. സോ അതിനകത്തേക്ക് വരാം. എസ്പെഷ്യലി ഇതിനകത്തുള്ള കഥ തുടങ്ങുന്നതിന് ഭയങ്കര ഇങ്ങനെ ഫാസ്റ്റ് സ്ക്രീൻ പ്ലേ ആണ് പറയാം കേട്ടോ. ഫാസ്റ്റ് ബേസ്ഡിലാണ് ഒരു കഥ ഫുൾ പോകുന്നത്. ഫസ്റ്റ് ഈ സീസണുള്ള എപ്പിസോഡ് 1 തുടങ്ങുമ്പോൾ തന്നെ ആ ഒരു ക്യാരക്ടേഴ്സെല്ലാം പെട്ടെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പോയത്. അവരുടെ പേരെല്ലാം കാണിച്ച് പെട്ടെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പോയത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ഡെപ്തും കാര്യങ്ങളും പെട്ടെന്ന് കിട്ടുള്ളൂ. പക്ഷേ ആ സീസൺ പോകുന്നതിന് നമുക്ക് ആ ഒരു ക്യാരക്ടറിൻ്റെ ഫുള്ളി നമുക്ക് ബാക്ക് സ്റ്റോറീസും കാര്യങ്ങളും റിക്കവർ ആയെന്ന് ചോദിച്ചാൽ ഒരിക്കലില്ല എന്ന് പറയാൻ പറ്റിയൊരു എസ്പെഷ്യലി അതൊരു ക്യാരക്ടറൈസേഷൻ പറയുമ്പോൾ അത്രയ്ക്ക് ലോ ആണ് വേണമെങ്കിൽ പറയാം. അതായത് നമ്മൾ ഈ മണി ഹെയ്സ്റ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിനകത്തുള്ള കിടിലൻ ക്യാരക്ടേഴ്സാണ്. നമുക്ക് ബെർലിൻ, നൈറോബി, പ്രൊഫസർ അങ്ങനത്തെ കുറേ എല്ലാം കിടിലൻ ക്യാരക്ടേഴ്സ് ഉണ്ട് മണി ഹെയ്സ്റ്റിൽ. അവരെല്ലാം ക്യാരക്ടറൈസേഷൻ കിടിലനായിരുന്നു. പക്ഷേ ഇതിനകത്തേക്ക് വരുവാണെങ്കിൽ ഇവരെ ഒരു ക്യാരക്ടറൈസേഷൻ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ലോവർ തന്നെയാണ്. അതായത് ഇവർ പ്രോപ്പർ ബാക്ക് സ്റ്റോറി വരെ ഇവർക്ക് നൽകാൻ സാധിച്ചിട്ടുണ്ട് ഈ സീരീസ് വണ്ണിൽ. പക്ഷേ അത് വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ തന്നെ നെഗറ്റീവ് കാര്യം തന്നെയാണ്. 1-2 ക്യാരക്ടറിൻ്റെ ബാക്ക് സ്റ്റോറി പറഞ്ഞു, പക്ഷേ ഭയങ്കര സ്പീഡിലാണ് നറേറ്റ് ചെയ്ത് പോയിട്ടുള്ളത്. സോ അതൊരു പ്രോപ്പർ ബാക്ക് സ്റ്റോറി ആയിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയില്ല. അതുകൊണ്ട് സോ ഒരു ക്യാരക്ടേഴ്സ് നമ്മൾ മണി ഹെയ്സ്റ്റ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു ക്യാരക്ടറൈസേഷൻ അത്ര പോരാണ് വേണമെങ്കിൽ പറയേണ്ടി വരും. സോ ആ ഒരു കാര്യത്തിലാണ് എനിക്ക് നെഗറ്റീവ് നല്ലോണം തോന്നി. പക്ഷേ ഈ സീസൺ ഫാസ്റ്റ് ബേസിൽ തുടങ്ങിയാണെങ്കിൽ ഒരു ഫ്രഷ്നെസ് നമുക്ക് പുലർത്തിനെ കൊണ്ടുപോയി നമുക്ക് അത്രയ്ക്ക് നല്ല എൻഗേജിങ് ആക്കിയിട്ട് ഈ സീസൺ കൊണ്ടുപോകുന്നുണ്ട് വേണം പറയാം. എസ്പെഷ്യലി ബെർലിൻ എന്ന് പറയുന്ന ക്യാരക്ടറാണ്. ഒരു ക്യാരക്ടർ അവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് വിശ്വാസമുള്ളതിനെ കൊണ്ട് നമുക്ക് ഒത്തുചേർന്ന് പോകും. പക്ഷെ നമുക്ക് ഈ ഒരു മണി ഹെയ്സ്റ്റ് സീരീസിലെ ഒരു മണി ഹെയ്സ്റ്റ് വേൾഡിലാണ് ഈ സീരീസ് നടക്കുന്നത് നമുക്ക് ഒരിക്കലും മനസ്സിലാവും കേട്ടോ. എസ്പെഷ്യലി ആ ടൈറ്റിൽ കാർഡെല്ലാം കാണിക്കുമ്പോഴായിരിക്കും നമുക്ക് മണി ഹെയ്സ്റ്റ് സീരീസിലാണെന്ന് മനസ്സിലാവും. പക്ഷേ ഈ ബെർലിൻ എന്ന് പറയുന്ന ക്യാരക്ടർ മാത്രം ഉള്ളതിനെ കൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും മണി ഹെയ്സ്റ്റ് ആണെന്ന് ചിലപ്പോൾ തോന്നൂല. അങ്ങനത്തെ ഒരു മൂഡിലാണ് ഈ സീരീസ് മൊത്തം ഒരുക്കി വെച്ചിട്ടുള്ളത്. ഒരു സാധാ ഒരു വേറെ ഏതോ സീരീസ് കാണുന്ന ഒരു ഫീലാണ് നമുക്ക് ഇത് നൽകുക. സോ അങ്ങനത്തെ ഒരു ഫീലാണ് എനിക്ക് നൽകിയിട്ടുള്ളത്. സോ എന്തായാലും ഒരു ഫ്രഷ്നെസ്സും കാര്യങ്ങളും ഉള്ളതിനെ കൊണ്ട് ഹൈലി എൻഗേജിങ് ആണ്. ഒരു തരത്തിൽ ഇങ്ങനെ ബോറടിപ്പിച്ചിട്ടില്ല. ഒത്തിരി ലാഗോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഫീൽ ചെയ്തിട്ടൊന്നുമില്ല. അങ്ങോട്ടേക്ക് ഓടുമ്പോൾ ചെറുങ്ങനെ ലാഗും കാര്യങ്ങളും തോന്നി. സോ അത്രയും എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഞാൻ ഇതിൻ്റെ ഒരു സ്റ്റോറി ഇത് ഫുള്ളി ഹൈസ്റ്റ് അല്ല ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഫുള്ളി ഒരു ഹൈസ്റ്റ് സീരീസ് അല്ല. അതായത് ഹൈസ്റ്റ് നടക്കുന്നുണ്ട്. അതിനൊക്കെ ലവും കാര്യങ്ങളും കുറേ ലവ് അഫെയർ റിലേഷൻഷിപ്പും കാര്യങ്ങളും ഇതിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ചിലവർക്ക് ഇത് പിടിക്കും. അതാണ് 2 ഈക്വൽ പൊട്ടൻഷ്യൽ ആയിട്ടാണ് നടക്കുന്നത്. 2 മിക്സ്ഡ് ആയിട്ടെല്ലാം കൂടിയാണ് കാണിച്ചിട്ടുള്ളത്. ഫുള്ളി ഒരു ഹൈസ്റ്റിൻ്റെ അപ്പുറം അവരെ റിലേഷൻഷിപ്പും കാര്യങ്ങളും അഫെയറും അവരെ കോൺഫ്ലിക്ട്സും കാര്യങ്ങളെല്ലാം എടുത്ത് കാണിക്കുന്ന ഒരു സീസണാണ്. സോ അങ്ങനത്തെ ഓരോ ക്യാരക്ടേഴ്സിൻ്റെ ഒരു റിലേഷൻഷിപ്പും ലവും കാര്യങ്ങളും വരുമ്പോൾ കൊണ്ട് ചിലവർക്ക് അത് പിടിക്കും. സോ ആ ഒരു കാര്യങ്ങൾ കൊണ്ട് ചില സ്ഥലത്ത് എനിക്ക് ഭയങ്കര അധികം ഇതെന്തെന്നാണെന്നുള്ള ഫീൽ നമുക്ക് തോന്നിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കും പേഴ്സണലി അങ്ങനെ തോന്നിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഒരു ഫുൾ സീരീസ് ലാസ്റ്റ് ഫിനാലെ എപ്പിസോഡെല്ലാം കണ്ടു കഴിയുമ്പോൾ ഒരു ഫുൾ സാറ്റിസ്ഫാക്ഷൻ ഫീലും എനിക്ക് തന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ഫുള്ളായിട്ടൊരു മോശം പറയാനും കഴിയില്ല. സോ അതുകൊണ്ട് ഞാൻ പറയാം ചിലവർക്ക് ഈ സീരീസ് ഇഷ്ടപ്പെടാൻ, ചിലർക്ക് തീരെ ഇഷ്ടപ്പെടില്ല. അങ്ങനത്തെ ഒരു മൂഡിലാണ് സീരീസ് ഒഴിച്ചിട്ടുള്ളത്. എനിക്കൊരു ഫുള്ളായിട്ട് ഒരു ഡീസൻറ്റ് സീരീസ് വേണമെങ്കിൽ പറയാം. ഒരു പ്രാവശ്യം കാണാൻ പറ്റും ഡീസൻറ്റ് സീരീസ്. പക്ഷേ മണി ഹെയ്സ്റ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ
ഒന്നുമല്ല, അങ്ങനെ പറയാനുള്ളൂ. സോ ഒരു ബെർലിൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കിയിട്ട് സീരീസാണ്. സോ ആ ഒരു മോഡിൽ നോക്കുവാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. സോ ഈ ഒരു ഹൈസിൻ്റെ അപ്പം ഈ ലവ് ട്രാക്ക് പോകുന്നതിനെ കൊണ്ട് തന്നെ ലവ് ട്രാക്ക് ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. ലവ് ട്രാക്ക് വല്ലാണ്ട് ചില സമയത്ത് ചെറുങ്ങനെ ലാഗ് അടിപ്പിക്കുന്നുണ്ട്. പിന്നെ ആ ഒരു ഹൈസ്റ്റ് വരുമ്പോൾ അത് ശരിക്കും നമുക്ക് എൻഗേജിങ് ആക്കുന്നത്. ഹൈസ്റ്റൊക്കെ വരുമ്പോൾ നമ്മൾ ആ ഒരു പഴയ മണി ഹൈസ്റ്റിൻ്റെ ചെറിയ വൈബ്സ് എല്ലാം അടിക്കുന്നുണ്ട്. സോ ഒരു ഹൈസ്റ്റൊക്കെ നല്ല ഈക്കനെ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറയാം. ബട്ട് ഒരിക്കലും ഞങ്ങളൊരു മണി ഹൈസ്റ്റ് പ്രതീക്ഷിച്ചിട്ട് ഞങ്ങൾ ഈ സീരീസ് കാണുന്നത് ഞാൻ പറയുള്ളൂ. മണി ഹൈസ്റ്റ് വെച്ച് കമ്പയർ ചെയ്തേ ചെയ്തെന്ന് ഞാൻ പറയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മണി ഹൈസ്റ്റ് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. ജസ്റ്റ് ഒരു ഹൈസ്റ്റ് സീരീസ് കാണുമോ ജസ്റ്റ് നിങ്ങൾ കാണുമോ. സോ അങ്ങനെ കാണുവാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ എനിക്ക് നൽകുകയെന്ന് ഞാൻ ഓർപ്പിക്കുന്നു. സോ ഒരു ബെർലിൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ സീരീസ് ഒരു വട്ടമെങ്കിലും കണ്ടുനോക്കുകയാണെങ്കിൽ പറയുള്ളൂ. ആകെ 8 എപ്പിസോഡേ ഉള്ളൂ. ഓരോ എപ്പിസോഡ് ഓരോ മണിക്കൂറുണ്ട്. സോ സീസൺ 2 എന്തായാലും വരാൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനത്തെ ഒരു മൂഡാണ് ഇതിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ വന്നിരിക്കുന്നത്. സോ അടുത്തൊരു സീസണിൽ ഇതിനെക്കാട്ടും നല്ല ബെറ്റർ ആയിട്ട് തന്നെ ഉണ്ടാക്കട്ടെ എന്ന് വിചാരിക്കാം. സോ എനിക്കൊരു പ്രാവശ്യം കാണാൻ ഒരു ഡീസൻറ്റ് ഒരു ഓക്കെ തന്നെ പറയാനുള്ളൂ. ഒരു അടിപൊളി സീരീസ് മസ്റ്റ് വാച്ച് ആയിട്ടൊന്നും പറയാനില്ല. സോ അത്രേ പറയാനുള്ളൂ. ഒരു ബെർലിൻ എന്ന് പറയുന്ന ക്യാരക്ടർ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, ഒരു മണി ഹൈസ്റ്റ് എന്ന സീരീസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് കണ്ടുനോക്കുക. ഒരിക്കലും മണി ഹൈസ്റ്റ് പ്രതീക്ഷിച്ച് കാണുകയൊന്നും ചെയ്യരുത്. സോ അത്രേ പറയാനുള്ളൂ. കടിച്ചാൽ എല്ലാം കണ്ടുനോക്കുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ അടുത്ത വീഡിയോ വീണ്ടും കാണാം. നന്ദി.